ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇവർ വിവാഹിതരായ സീരിയലിൽ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന ഭവാനിനെയാണ്. അങ്ങനെ ഭവാനി ആകെ നനഞ്ഞു കുളിച്ച് നെറ്റിന്ന് സിന്ദൂരമൊക്കെ ഇങ്ങനെ ഒലിച്ചു വരുവാണ്. സത്യന്റെ കൈ പിടിച്ചുകൊണ്ട് ഭവാനി പറഞ്ഞിട്ട് തനിക്ക് കാണണ്ടേടോ, തനിക്ക് കാണണ്ടേ, തൻ്റെ അനിയനെ തനിക്ക് കാണണ്ടേടോ എന്ന് പറഞ്ഞിട്ട് കൈ പിടിച്ചു വലിച്ച് റൂമിലേക്ക് കൊണ്ടുപോവാണ് ഭവാനി. ആ സമയത്ത് ദേ നോക്കടോ, നോക്ക് തൻ്റെ അനിയനെ താൻ നോക്കടോ എന്ന് പറയാം. എൻ്റെ ഭർത്താവ് താൻ കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുമ്പോൾ സാഗർ ഇങ്ങനെ കെട്ടിത്തൂങ്ങി ഇങ്ങനെ മരിച്ചു കിടക്കുക കേട്ടോ. മരിച്ചിങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. അത് കാണുമ്പോഴേക്കും നമ്മുടെ സത്യം പൊട്ടിക്കാണ്. അയ്യോ സാഗറെ, എടാ സാഗറെ, നീ എന്തിനാണ് ഇങ്ങനെ ചെയ്തത് സാഗറെ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ പൊട്ടിക്കരയാണ്. ആ പൊട്ടിക്കരയുമ്പോഴേക്കും ഭവാനി പറയണ്ട്, താൻ പൊട്ടിക്കരയാണോ, താൻ കരയാണോ, താനല്ലേടോ എൻ്റെ ഭർത്താവിനെ കൊന്നത്, താൻ കാരണമാണ് എൻ്റെ സാഗരേട്ടൻ മരിച്ചത്. ഞാനും സാഗറും കൂടി തന്നെ കാല് പിടിച്ച് പറഞ്ഞതല്ലേ ഞങ്ങളെ രക്ഷിക്കുന്നത്. അപ്പോൾ തനിക്ക് രക്ഷിക്കാൻ പറ്റുമായിരുന്നിട്ടും താൻ ഞങ്ങളെ രക്ഷിച്ചില്ല. ഇപ്പൊ കണ്ടില്ലേ എൻ്റെ ഭർത്താവിനെ താൻ കൊന്നു. ഇതിനായി ഭവാനി ഒരിക്കലും മറക്കില്ല. താൻ നോക്കിക്കോ, എൻ്റെ മരണത്തിന് മുമ്പ് തൻ്റെ പതനം ഞാൻ കണ്ടിരിക്കും. എന്നിട്ടേ ഈ ഭവാനി അടങ്ങൂ. ഇതാ ഭവാനിയുടെ ശബ്ദമാണ് എന്ന് പറഞ്ഞിട്ട് അഴിഞ്ഞിട്ട മുടി കെട്ടിവെക്കാണ് ഭവാനി. അതിനുശേഷം കാണിക്കണ ഇപ്പത്തെ ഭാഗമാട്ടോ. സത്യൻ അമ്മയടുത്ത് പറഞ്ഞ, അമ്മ ഇതൊക്കെയാണ് അമ്മ അന്ന് നടന്നത്, പക്ഷെ ഞാനിതൊക്കെ പറഞ്ഞിട്ടും ആരും തന്നെ വിശ്വസിച്ചില്ല എന്ന് പറയണ ഭവാനി. അവളാ ഒട്ടും വിശ്വസിക്കാതിരുന്നത്. അമ്മക്കറിയാവോ, ശരിക്കും പറഞ്ഞാൽ ഇവരന്ന് നടത്തിക്കൊണ്ടിരുന്ന കമ്പനിയിൽ അന്ന് ലഹരി പദാർത്ഥങ്ങളും മയക്കുമരുന്നും സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു രാജ്യം വെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അതിലൊരു പങ്കും സാഗറിനുണ്ടായിരുന്നില്ല. പങ്ക് മുഴുവൻ ഭവാനിക്കായിരുന്നു. ഞാൻ അവനോട് പറഞ്ഞതാണ് പോലീസ് സറണ്ടർ ആവാനായിട്ട്, പക്ഷെ അവൻ അത് ചെയ്തില്ല. അവൻ രക്ഷപ്പെടുത്താൻ എനിക്ക് കഴിയുമായിരുന്നു. അതിനുള്ള 2 ദിവസം സമയം പോലും അവൻ എനിക്ക് തന്നില്ലമ്മേ. ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത്? അവന് സുഖമായിട്ട് എനിക്ക് രക്ഷപ്പെടുത്തായിരുന്നു എന്നൊക്കെ പറയണം. അപ്പൊ അമ്മ പറയുന്നുണ്ട്, മോനെ നീ അതൊക്കെ വിട്, എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു. പക്ഷേ നമ്മൾ അഞ്ജനയുടെ കാര്യം ആലോചിക്കണം. അച്ഛനില്ലാതെ വളർന്ന കുഞ്ഞവള്, അവള് ഈ വീടിന്റെ മരുമകളായിട്ട് വരണം മോനെ. അതിന് എന്തായാലും അജയ് അവളെ വിവാഹം കഴിച്ചേ സാധിക്കും. അവൾ തന്നെ ഈ വീട്ടിലെ മരുമകളായിട്ട് വലതുകാല് വെച്ച് കയറട്ടെ. അതാണ് ഈ അമ്മയുടെ ആഗ്രഹം. നീ പറഞ്ഞ അജയ് കേൾക്കും എന്ന് പറയുമ്പോൾ സത്യം പറയണ്ട അമ്മേ, ഞാൻ പറഞ്ഞ കേൾക്കുമായിരിക്കും, പക്ഷെ അവന്റെ മനസ്സിലെ ആഗ്രഹം, അവന്റെ മനസ്സിലെ ചിന്ത എന്താണെന്നും കൂടി നമ്മൾ മുഖവരയ്ക്ക് എടുക്കണ്ടേ. ഞാൻ പറഞ്ഞ നീ കേക്ക്, അവന്റെ മനസ്സിൽ നീ പറഞ്ഞു നോക്ക്. അവൻ എന്തായാലും വിവാഹത്തിന് സമ്മതിക്കും. എന്തായാലും അഞ്ജന തന്നെ ഈ വീട്ടിലെ മരുമകളായിട്ട് വന്നാൽ മതി. നീ അവനോടൊന്ന് സംസാരിക്കണം. ശരിയമ്മേ, ഞാൻ സംസാരിച്ചു നോക്കാം, അത്രയേ ഉള്ളൂ എന്ന് സത്യം പറയാട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കണത് നമ്മുടെ ഭൂമിനെയാണ്. ഭൂമി ചായയായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വരാട്ടോ. അവിടുത്തെ സാറുമാർക്കും വനിതാ പോലീസിനെയൊക്കെ ചായ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു ചായ ബാക്കിയുണ്ട്. അപ്പൊ അവിടുത്തെ കോൺസ്റ്റബിൾ ചോദിക്കണ്ട, അല്ല ഭൂമി ഈ ചായ ആർക്കാണ്? ഓ ഈ ചായോ, ഈ ചായ ഇവിടുത്തെ CSRന്. CSR അടുക്കോ, പുലിയല്ലേ അത് എലിയാവോ? ആ നോക്കട്ടെ ഞാനൊന്ന്. ഈശ്വരാ മിന്നിച്ചേക്കണേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സിയുടെ റൂമിലേക്ക് കയറാൻ പോകുമ്പോ തന്നെ അജയ് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങും കേട്ടോ. അപ്പോഴേക്കും ഭൂമി പറഞ്ഞിട്ട്, സർ അത് പിന്നെ സാറിന്റെ ചായ. എനിക്കാണോ ചായ? ആ അതെ സർ, സാറിനെ ചായ. സർ നമുക്കൊരു കോംപ്രമൈസ് ആയാലോ? എന്തിനാ സർ വെറുതെ ശത്രുതയും വാക്ക് തർക്കമൊക്കെ? നമുക്ക് സംസാരിച്ച് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. ഒരു കോംപ്രമൈസ് ആവാം. ആ കോംപ്രമൈസ് അല്ലേ? അല്ലെങ്കിൽ എനിക്കും തോന്നി ഒരു കോംപ്രമൈസ് വേണം. ഞാൻ കുറച്ച് ഓവറായിരുന്നു അല്ലേ എന്ന് CA ചോദിക്കുമ്പോൾ ഭൂമി പറയുന്നുണ്ട്, കുറച്ചല്ല നല്ല ഓവറായിരുന്നു. ആ അതെ. ഭൂമി ഒരു കാര്യം ചെയ്യ്, അകത്ത് കൊണ്ടേ ചായ വെച്ചിട്ട് അവിടെ വെയിറ്റ് ചെയ്യ്, ഞാൻ ഇപ്പൊ വരാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അജയ് പുറത്തേക്ക് പോവാണ്. ഭൂമി ചായയായിട്ട് CAയുടെ റൂമിലേക്ക് കയറുക കേട്ടോ. എന്നിട്ട് ചായ മേശപ്പുറത്ത് വെക്കാണ്. അവിടെ CAയുടെ തൊപ്പിയും കൂളിംഗ് ഗ്ലാസും ഒരു ഗണ്ണും ഉണ്ടായിരുന്നു. ഭൂമി വേഗം CAയുടെ കസേരയിലേക്ക് ഇരിക്കുകയാണ്. ഹായ്, ഈ കസേരയിലിരിക്കാൻ എന്തൊരു സുഖമാണ്. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു പോലീസ് ഓഫീസർ ആവേണ്ടതായിരുന്നു, ഒരു CAക്ക് ആവേണ്ടതായിരുന്നു എന്ന് പറഞ്ഞിട്ട് തലയിൽ ആ തൊപ്പി എടുത്ത് വെക്കാണ്. ശേഷം കയ്യിൽ തോക്കും പിടിക്കുന്നുണ്ട്. ആ കൂളിംഗ് ഗ്ലാസ് എടുത്ത് കണ്ണിലേക്കും വെക്കുന്നുണ്ട്. എന്നിട്ട് ആ തോക്കൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അത് കണ്ടുകൊണ്ട് നമ്മുടെ അജയ് അവിടേക്ക് വരുന്നുണ്ട്. അജയ് വരുമ്പോഴേക്കും എഴുന്നേക്കടി അവിടെ നിന്ന് എന്ന് പറയാണ്. പെട്ടെന്ന് തന്നെ ഭൂമി എഴുന്നേക്കുന്നുണ്ട്. നീ എന്താ ചെയ്തതെന്ന് നിനക്കറിയാവോ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ഭൂമിയുടെ കയ്യിൽ നിന്ന് തോക്കും തൊപ്പിയൊക്കെ വലിച്ച് മേടിച്ചിട്ട് ഭൂമിയുടെ കയ്യും പിടിച്ച് വലിച്ചഴച്ച് വേഗം തന്നെ നമ്മുടെ സെല്ലിലേക്ക് കൊണ്ടിടാട്ടോ അജയ്. ആ സമയത്ത് സെല്ലിൽ ഒരു 3-4 പെണ്ണുങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അജയ് പണ്ട് നീ ഇവിടെ കിടന്നോ, ഇനി ഇവിടുന്ന് അണങ്ങി പോവരുത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അജയ് വേഗം തന്നെ റൂമിലേക്ക് പോയിട്ട് അജയുടെ റൂമിലേക്ക് പോയിരിക്കുകയാണ്. ഭൂമിയാണെന്നുണ്ടെങ്കിൽ ആകെ വിഷമിച്ച് ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ഇങ്ങനെ നിൽക്കുക
കേൾക്കാട്ടോ. ആ സമയത്താണ് അവിടേക്ക് നമ്മുടെ അജയിന്റെ ഒരു കൂട്ടുകാരൻ അവിടേക്ക് വരുന്നത്. കൂട്ടുകാരൻ കയ്യിൽ ലഡുവായിട്ടാണ് വരുന്നത്. അവിടുത്തെ എല്ലാ പോലീസുകാർക്കും ലഡു കൊടുക്കുന്നുണ്ട്. ശേഷം പോലീസുകാർ ചോദിക്കണ്ടല്ല, നിങ്ങൾ ആരാ? എന്നെ അറിയില്ലേ? എന്റെ പേരാണ് ആൾദോ. അല്ല, നമ്മുടെ സി അജയിന്റെ ബെസ്റ്റ് ഫ്രണ്ടാ, അവനകത്തില്ലേ? ഉണ്ട് സർ എന്ന് പറയാണ്. അങ്ങനെ പുള്ളിക്കാരൻ അകത്തേക്ക് കയറാണ്. കൂട്ടുകാരനെ കാണുമ്പോൾ തന്നെ സന്തോഷാവാട്ടോ. എടാ ആൾദോ, എത്ര നാളായിട്ട് നിന്നെ കണ്ടിട്ട്, വാടാ, നീ ആദ്യം ലഡു എടുക്കെന്ന് പറയാം. ലഡു എന്തിനാടാ എന്ന് പറയുമ്പോഴേക്കും, MLA കേസില്ലേ, അത് ഞാൻ വാദിച്ചു. നിനക്ക് അയാൾ കേസ് തന്നോ? കേസ് തന്നു. അയാളെ പീഡിപ്പിച്ച കേസ് അയാൾക്ക് തന്നെ ശിക്ഷ വാങ്ങിച്ചു കൊടുത്തു, മാക്സിമം ശിക്ഷ. അങ്ങനെ തെറ്റ് ചെയ്തവരുന്നേ രക്ഷപ്പെടണ്ട, അതിനു വേണ്ടിയിട്ടാണല്ലോ ഞാൻ ആ കേസ് ഏറ്റെടുത്തത്. കൊള്ളാട, കലക്കി. അല്ല, ഇനി അടുത്ത കേസ് എന്താ? അടുത്തൊരു കേസ് ഉണ്ട്, ഞാനേ അതിലെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാണ്. അല്ല, ഞാൻ നിന്റെ കല്യാണക്കാരി അറിഞ്ഞിട്ട് വന്നതാ. എന്താടാ കല്യാണക്കാരിയൊക്കെ എന്നാ കേട്ടല്ലോ. മുത്തശ്ശി തീരുമാനിച്ചില്ലടാ, സമ്മതിക്കേ. എടാ, നിനക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ തോന്നണടാ? നിനക്ക് ഓർമ്മയില്ലേ നയനേന? അവളെ ഞാൻ എത്രമാത്രം സ്നേഹിച്ചതാണ്. ഒരു ജീവിതകാലം മുഴുവൻ ഞാനും അവൾ ഒന്നാകുമെന്ന് പറഞ്ഞ് പരസ്പരം പ്രണയിച്ച് സ്നേഹിച്ചതാണ്. അവളെ മറക്കാൻ ഒരിക്കലും എനിക്ക് സാധിക്കില്ലടാ. കൂട്ടുകാരൻ പറഞ്ഞിട, പാസ്റ്റ് ഈസ് പാസ്റ്റ്, കഴിഞ്ഞതു കഴിഞ്ഞു. ഇല്ല, എനിക്ക് അങ്ങനെ കഴിഞ്ഞെന്ന് വെക്കാൻ സാധിക്കില്ല. അത് മുത്തശ്ശിയല്ല, ആര് പറഞ്ഞാലും ശരി, എനിക്ക് നയനനെ മറക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെയാണ് അവിടെ പെട്ടെന്ന് ഒരു മ്യൂസിക് ഒക്കെ കേൾക്കാട്ടോ. എടാ, പോലീസ് സ്റ്റേഷനിൽ നീ മ്യൂസിക് വെക്കാൻ തുടങ്ങിയോ എന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരനായിട്ടുള്ള വക്കീലല്ലോ, പുള്ളിക്കാരൻ പുറത്തിറങ്ങി നോക്കുമ്പോഴേക്കും നമ്മുടെ ഭൂമിയും അവിടെ സെല്ലിൽ കിടന്ന കുറച്ച് പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നല്ലോ, അവരായിട്ട് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ പെണ്ണുങ്ങളുടെ ഭൂമി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാ ഇവിടെ അറസ്റ്റ് ചെയ്തിരിക്കണെന്ന് ചോദിക്കുമ്പോൾ ആ പെണ്ണുങ്ങൾ പറയണ്ടേ, ഞങ്ങളെ ഇവിടെ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ഡാൻസ് കളിക്കാൻ വേണ്ടി വന്നതാണ്. 10 മണിക്ക് ശേഷമായിരുന്നു ഡാൻസ് പ്രോഗ്രാം. പക്ഷെ 10 മണിക്ക് ശേഷം ശരിക്കും പറഞ്ഞാൽ ഡാൻസും അമ്പലത്തിൽ പ്രോഗ്രാമും നടത്താൻ പാടില്ലെന്നാണല്ലോ, അതിനാണ് ഇവിടെ പിടിച്ച് ജയിലിട്ടേക്കണം. ഓഹോ, അത് ശരിക്കും പറഞ്ഞാൽ 10 മണിക്ക് ശേഷം നാടകവും ഡാൻസും കാര്യങ്ങളൊന്നും പാടില്ല. പക്ഷെ എന്ന് വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ ഇടാൻ പാടില്ലല്ലോ. രാത്രി സൂര്യാസ്തമയം കഴിഞ്ഞിട്ട് സൂര്യാസ്തമയത്തിന് ശേഷവും അങ്ങനെയല്ല, രാവിലെ അതായത് 6 മണിക്ക് മുമ്പും 10 മണിക്ക് ശേഷവും പെണ്ണുങ്ങളെ ജയിലിലിടാൻ പാടില്ലെന്നാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ തെറ്റ് തന്നെയാണ് എന്ന് ഭൂമി പറയാണ്. ഇതെന്തായാലും ചോദിച്ചേ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഡാൻസ് ഒക്കെ കളിക്കണം കേട്ടോ. അപ്പൊ അവിടെയൊക്കെ നിയമവും കാര്യങ്ങളൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ വക്കീൽ അവിടേക്ക് വരുന്നുണ്ട്. നിങ്ങൾ വക്കീലാണോ ചോദിക്കുമ്പോ, അതെ വക്കീലാണ്, വക്കീൽ ജാനകി എന്ന് ഭൂമി പറയാണ്. അത് കേൾക്കുമ്പോഴേക്കും സിഐനോട് നമ്മുടെ വക്കീൽ കൂട്ടുകാരൻ ചോദിക്കണ്ട, ഇത് വക്കീലാണല്ലോ. എടാ, അവള് ചവറ് പെണ്ണാടാ, ഇവിടെ നമ്മൾ തൊട്ട് മുമ്പിൽ പോലീസ് സ്റ്റേഷൻ തൊട്ട് മുമ്പിൽ ചായക്കട നടത്തുവാണ് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഭൂമി പറയണ്ട, അതെ സാറേ, ഇവരെന്തിനാ സാറേ ഇവിടെ കൊണ്ട് ഇട്ടിരിക്കണത്? അത് മാത്രല്ല, എന്നെ എന്തിനാ ജയിലിൽ കൊണ്ട് ഇട്ടതെന്ന് പറയുമ്പോ, അതെന്തിനാ നിനക്ക് അറിയില്ലേ? ഞാൻ എന്തിനാ നിന്നെ സെല്ലിൽ കൊണ്ടിട്ടത്? അനുവാദമില്ലാതെ എന്റെ തോക്കെടുത്തതിന്, തോക്ക് തൊടാൻ പാടില്ല, അനുവാദം എടുക്കാൻ പാടില്ല, നിനക്ക് അറിയില്ലേ? അത് പറയുമ്പോഴേക്കും, അത് ശരി, ഞാൻ ചെയ്ത തെറ്റ് തന്നെയാണ്. പക്ഷെ സാറും ചെയ്ത തെറ്റാണ്. എന്റെ കയ്യിൽ ബലമായിട്ട് പിടിച്ചു വലിച്ചു ഈ സെല്ലിൽ കൊണ്ടാക്കി, അത് നിയമവിരുദ്ധമല്ലേ? അതും ദുരുദ്ദേശത്തോടെയാണ് നിങ്ങൾ എന്റെ കയ്യിൽ കയറി പിടിച്ചത് എന്ന് പറയാണ്. ഞാൻ അങ്ങനെ ഒരു കേസ് കൊടുക്കുകയാണെങ്കിൽ ഇയാൾ കുടുങ്ങിയില്ലേ വക്കീൽ സാറേ എന്ന് ഭൂമി ചോദിക്കുമ്പോഴേക്കും വക്കീല്, അത് കുടുങ്ങും എന്ന് പറഞ്ഞിട്ട് വക്കീല് വേഗം തന്നെ നമ്മുടെ അജയനെ മാറ്റി നിർത്തി പറയാണ്, എടാ നീ എന്തൊക്കെയാടാ കാണിക്കണത്? ആ പെണ്ണുങ്ങളെ ഇറക്കി വിട്. ശരിക്കും പറഞ്ഞ പെണ്ണുങ്ങളെ ഈ ചെറിയ സ്ഥാനത്തേക്ക് സെല്ലിലൊന്നും ഇടാൻ പാട്ടോ. അയ്യോ, ഞാൻ എന്നടാ അവരെ സെല്ലിലിട്ടത്, ഞാൻ അവളെ മാത്രം ഇട്ടുള്ളൂ, ആ ചായക്കടക്കാരിനെ. എന്തായാലും മാധ്യമങ്ങളൊക്കെ അറിഞ്ഞാൽ പ്രശ്നമാകും, അവരങ്ങോട്ട് ഇറക്കി വിട്ടേക്ക് എന്ന് പറയണം. അജയ് അവിടുത്തെ കോൺസ്റ്റബിൾ പറയണ്ട്, ഇറക്കി വിടണോ എല്ലാത്തിനെയും എന്ന് പറയാണ്. അങ്ങനെ കോൺസ്റ്റബിൾ എല്ലാത്തിനും ഇറക്കി വിടുമ്പോൾ ഭൂമിക്ക് സന്തോഷമാണ്. ഭൂമിയും അവരും എല്ലാവരും കൂടി ഡാൻസ് കളിച്ച് അവിടെ നിന്ന് അങ്ങ് പോകുക കേട്ടോ. അതിനുശേഷം പിന്നെ കാണിക്കുന്ന ഭവാനിനെയാണ്. ഭവാനി ഫോണൊക്കെ ചെയ്ത് സന്തോഷം പങ്കുവെക്കാണ്. തന്റെ മോള് അജയനെ വിവാഹം കഴിക്കാൻ പോവാണല്ലോ, പ്രതികാരം അവസാനിപ്പിക്കാൻ പോവാണല്ലോ, അതിന്റെയൊക്കെ സന്തോഷം പങ്കുവെക്കാണ് ഭവാനി കേട്ടോ. ആ സമയത്ത് അവിടേക്ക് നമ്മുടെ മുത്തശ്ശിയും സംഗീതയും കൂടി വരുന്നുണ്ട്. ഭവാനി, നീ അഞ്ജന അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞോ? അഞ്ജന വരൂലേ എന്ന് ചോദിക്കുമ്പോ, അമ്മേ ഞാൻ അവൾക്ക് കാര്യങ്ങളൊന്നും പറയില്ല. അതെന്താ പറയാത്തത് എന്ന് പറയുമ്പോഴേക്കും, അത് പിന്നെ ഞാൻ സത്യനോട് അജയനോട് കാര്യങ്ങളൊക്കെ പറയാൻ പറഞ്ഞിട്ടുണ്ട്, പിന്നെ നീ എന്താ പറയാത്തത്? അത് സത്യേട്ടനോടല്ലേ പറഞ്ഞത്, അയാള് കാര്യങ്ങളൊന്നും ശരിക്കും കാര്യമൊന്നും എടുക്കില്ല, അതുകൊണ്ട് ഞാൻ പറയാതിരുന്നത്. സത്യം ഞാൻ പറഞ്ഞാൽ കേൾക്കും, അനുസരണശീലമുള്ളവനാ. എന്റെ മക്കളെല്ലാം അങ്ങനെ തന്നെയാ. അത് മാത്രല്ല, അനുസരണശീലം കാണിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് അറിയാലോ. ഞാൻ തന്നേക്കുന്ന സ്വത്തുക്കളെല്ലാം നിങ്ങൾക്കെല്ലാം ഭാഗ്യം വെച്ച് തന്നിട്ടുണ്ട്, അതെല്ലാം ഞാൻ തിരിച്ചെടുക്കും. അതുകൊണ്ട് നീ ധൈര്യമായിട്ട് അഞ്ജനടുത്ത് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാൻ പറ, വിവാഹം എത്രയും പെട്ടെന്ന് നടത്തണം എന്ന് പറയാണ്. ശേഷം സംഗീതത്തിൽ പറയുന്നുണ്ട്, എടി അനുപമക്ക് ഇവിടെ വരാനായില്ലേ? കെട്ടിച്ചു വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവൾ ആ ഭർത്താവിന്റെ വീട്ടിൽ തന്നെയാണല്ലോ. ഇവിടെ അമ്മയും അച്ഛനും മുത്തശ്ശിയുണ്ടെന്ന കാര്യമൊക്കെ അവള് മറന്നോ? അവളെയും വിളിക്ക്, അവളുടെ ആങ്ങളുടെ വിവാഹ നിശ്ചയത്തിന്റെ കാര്യമാണ് പറയണത്. ശരി അമ്മേ, ഞാൻ വിളിക്കാം. പിന്നെ കുടുംബ പൂജയാണ് വരാൻ പോണത്, കുടുംബത്തിൽ എല്ലാവരും പൂജയിൽ പങ്കെടുക്കണം.
പിന്നെ നിവേദ്യം കാര്യങ്ങളൊക്കെ ആ പെൺകുട്ടിനെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ മതി. ആ ഭൂമിജ ആഹാ അമ്മ അവളെ മറന്നില്ലേ എന്ന് സംഗീത ചോദിക്കുമ്പോൾ അവളെ മറക്കാൻ പറ്റില്ലല്ലോ, ചില ബന്ധങ്ങൾ അങ്ങനെയാണ്, കാണുമ്പോഴേ മനസ്സിലങ്ങ് കേറിപ്പറ്റും എന്ന് മുത്തശ്ശി പറയാണ്. ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീട്ടിൽ കാണാം. ടേക്ക് കെയർ.